സാറ്റർഡേ, സൺഡേ, മൺഡേ, മൺഡേ, മൺഡേ. ഒരു ദിവസം പിന്നെയും പിന്നെയും ആവർത്തിച്ചാലോ, ആ ദിവസം പിന്നെ ഒരിക്കലും അവസാനിക്കാതിരുന്നാലോ, ആ ദിവസത്തിൻ്റെ അവസാനം ആ ദിവസം തന്നെയാണെങ്കിലോ, ആ ദിവസത്തിൽ നമ്മൾ പെട്ടുപോയാലോ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. ഒരു ദിവസം വീണ്ടും വീണ്ടും ആവർത്തിച്ചാലോ, അതായത് ആ ദിവസം റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു, ടൈം ട്രാവൽ ഒന്നുമില്ല, അങ്ങനെ അതിനുള്ളിൽ പെട്ടുപോയാലോ? എത്ര കാലഘട്ടങ്ങളായി അതിനുള്ളിൽ പെട്ടുകിടക്കുകയാണെന്നുള്ളൊരു കാര്യം നമ്മൾക്ക് തന്നെ മറന്നു പോകുന്ന ഒരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ എത്തിയാലോ? ആ ഒരു ട്രാപ്പിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കാൻ സാധിക്കും? നിങ്ങളിൽ പലരും ദേജാവു എന്നുള്ളൊരു ടേം കേട്ടിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഞാനിവിടെ മുൻപ് വന്നിട്ടുണ്ടല്ലോ എന്നുള്ളത്, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് മുന്നേ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ നമ്മളിൽ പലർക്കും തോന്നിയിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാവർക്കും തന്നെ തോന്നിയിട്ടുണ്ടാവും ഇത് മുൻപ് സംഭവിച്ചതുപോലെ എന്നുള്ളൊരു തോന്നൽ. അതിനെയാണ് ബേസിക്കലി ദേജാവു എന്ന് പറയുന്നത്. ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ഹൈപ്പോത്തസിസ് ഉണ്ട്. അതിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാന്നുണ്ടെങ്കിൽ, നമ്മളൊരു ഒബ്ജക്റ്റിന് നോക്കുകയാണ്. ആ ഒരു ടൈമിൽ നമ്മളുടെ റൈറ്റ് ഐയും ലെഫ്റ്റ് ഐയും ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു മില്ലി സെക്കൻഡ് മുൻപ് ഇത് പ്രോസസ് ചെയ്ത് ബ്രെയിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓൾറെഡി സ്റ്റോർഡ് ആണ് ഈ ഒരു സംഭവം. അത് കഴിഞ്ഞിട്ടാണ് മറ്റേ പ്രോസസ് ചെയ്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിവിടെ മുൻപ് ഉണ്ടായിരുന്നതായിട്ടുള്ള ഒരു തോന്നൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതൊരു ഹൈപ്പോത്തസിസ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ദിവസം മുഴുവൻ ഒരു ദേജാവു ആണെങ്കിലോ, അടുത്ത ദിവസം മറ്റൊരു വലിയ ദേജാവു, അതിൻ്റെ അടുത്ത ദിവസം മറ്റൊരു വലിയ ദേജാവു, അതിൻ്റെ അടുത്ത ദിവസം മറ്റൊരു വലിയ ദേജാവു. അതായത് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾക്ക് മാത്രമേ ഈ ഒരു കാര്യം മനസ്സിലാകുന്നുള്ളൂ. അതായത് ഈ ഒരു ലൂപ്പിൽ നിങ്ങൾ മാത്രമേ പെട്ടിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത്തരത്തിലൊരു സൈക്കിൾ ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യും? അതേപോലെ തന്നെ അതിനിടയിൽ മരിച്ചു പോയാൽ എന്ത് സംഭവിക്കും? തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. ബട്ട് കുറച്ച് സയൻസ് ഒക്കെ അറിയുന്നത് നല്ലതായിരിക്കും. ആൽബർട്ട് ഐൻസ്റ്റീന്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിനെ നമ്മൾ ബേസിക് ആയിട്ട് പറയുന്നത്. അതായത് സ്പേസിന്റെ 3 ഡയമെൻഷനും ടൈമിന്റെ ഡയമെൻഷനും ഒരു കണ്ടിന്യൂത്തിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇതിനെയാണ് സ്പേസ് ടൈം എന്ന് പറയുന്നത്. ഗ്രാവിറ്റിക്ക് ഈ ഒരു സ്പേസ് ടൈമിനെ ബെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിലൂടെയാണ് തിയറിറ്റിക്കലി ടൈം ട്രാവൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കൺസെപ്റ്റ് സംഭവിക്കുന്നത്. നിങ്ങൾക്കൊരു ബ്ലാക്ക് ഹോളിലോട്ട് ആക്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ടൈം ട്രാവൽ ചെയ്യുന്നതിനുള്ള മെഷീൻസും കാര്യങ്ങളൊക്കെ വേണം. അത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ടിപ്ലർ സിലിണ്ടർ എന്ന് പറയുന്നത്. ഒരു ടൈം ലൈക്ക് കർവ് ഉണ്ടാക്കാനായിട്ട് ഇതിനെ കൊണ്ട് സാധിക്കും. ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റത്തിൽ പാർട്ടിക്കിൾ പുറകിലോട്ട് പോകും. അതായത് തുടങ്ങിയ സ്ഥലത്തോട്ട് തന്നെ പാർട്ടിക്കിൾ പോകും എന്നുള്ളതാണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ്. ഇത്തരത്തിലൊരു സംഭവം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ലേ എന്നുള്ളൊരു കാര്യം പോലും ഇതുവരെ കണ്ടെത്താനായി സാധിച്ചിട്ടില്ല എന്നതാണ് ഒരു വാസ്തവം. എന്നാൽ ടൈം ലൂപ്പിന്റെ ഒരു കൺസെപ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ട്രാവലിംഗ് പോസിബിൾ ആണ് എന്ന് ജസ്റ്റ് അസ്യൂം ചെയ്യാം. അതായത് ഒരാൾ ട്രാപ്പ് ആയിരിക്കുകയാണ്, അതായത് ഈ ഒരു ടൈം ലൂപ്പിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വ്യക്തി ട്രാപ്പ് ആയിരിക്കുകയാണ് എന്ന് വിചാരിക്കുക. ഇത്തരത്തിലൊരു ലൂപ്പിൽ സ്റ്റക്കായി കഴിഞ്ഞാൽ അതൊരു ദിവസത്തിന്റെ ലൂപ്പാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾ തലേ ദിവസത്തോട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അതായത് ഒരാൾ ബുധനാഴ്ച കിടന്നുറങ്ങി എഴുന്നേക്കുന്നത് ബുധനാഴ്ച തന്നെ ആയിരിക്കും, അതും അതേ ബുധനാഴ്ച തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഒരു വാസ്തവം. അതായത് ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ വീണ്ടും 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 ജീവിക്കുന്നത് അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. അതായത് സർപ്രൈസിങ് ആയിട്ടുള്ള ഒന്നും തന്നെ ലൈഫിൽ ഉണ്ടാവില്ല. അതായത് ഒരാൾ എന്ത് സംസാരിക്കുന്നു എന്നും, അതേപോലെ തന്നെ ഒരു വണ്ടി എങ്ങനെ പോകുന്നു, അതേപോലെ തന്നെ സകലമാന കാര്യങ്ങളും നമുക്ക് അറിയായിരിക്കും. അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞു വരുമ്പോൾ അതിൽ തീരെ ഒരു സർപ്രൈസോ ഒന്നും തന്നെ ഉണ്ടാവില്ല. എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പുറത്ത് കിടന്നാൽ മതി എന്നുള്ളൊരു തോന്നൽ വരാനുള്ള ഒരു സാധ്യതയാണ് കൂടുതൽ. ഈ ഒരു ദിവസം അവസാനിക്കുന്നിടത്ത് നിന്ന് ആ ഒരു ദിവസത്തിന്റെ ആദ്യത്തിലോട്ട് വരുന്ന ആ ഒരു പോയിന്റ് ഇല്ലേ, അതായത് ഈ ഒരു ട്രാവലിംഗിന്റെ ഇടയിൽ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അവസാനമായിരിക്കും എന്നുള്ളൊരു തിയറി കൂടി ഉണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് ബുധനാഴ്ച നിങ്ങൾ എഴുന്നേറ്റു, ബുധനാഴ്ച വൈകുന്നേരം നിങ്ങൾ കിടന്നുറങ്ങിയിട്ട് വീണ്ടും ആ ഒരു ബുധനാഴ്ച രാവിലെ തൊട്ടെത്തുന്ന ആ ഒരു ടൈം ഗ്യാപ്പിൽ അതിൻ്റെ ഇടയിൽ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ട്രാവൽ ചെയ്യുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്തായിരിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റാണ് വേറെ ഉള്ളത്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് ജസ്റ്റ് ഒരു ദിവസം ടൈം ലൂപ്പ് ആയിട്ടുണ്ടെങ്കിലുള്ള ഒരു കാര്യമാണ്. ഇതിന്റെ ഡേയ്സ് തന്നെ എക്സ്റ്റെൻഡ് ആവും. അതായത് ഇപ്പോൾ നമ്മൾ ജനിച്ചത് തുടങ്ങിയിട്ട് 25 വർഷം കഴിഞ്ഞിട്ട് റീസെറ്റ് ആവുന്നു, വീണ്ടും ജനിക്കുന്നു, വീണ്ടും 25 വർഷം കഴിഞ്ഞു റീസെറ്റ് ആവുന്നു, അങ്ങനെയും ടൈം ലൂപ്പിൽ പെടാം.
അതായത് അങ്ങനെയാണ് വിയർഡായിട്ടുള്ളൊരു കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സയൻസ് ഫിക്ഷനിലും മറ്റൊക്കെ യൂസ് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ എത്ര തവണ നിങ്ങൾ ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലും ചേഞ്ചസ് ഒന്നും തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. അതായത് നിങ്ങൾ പുതിയതായിട്ട് ഒരു പാരഡോക്സോ കാര്യങ്ങളോ ക്രിയേറ്റ് ചെയ്യുക, അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. അതായത് വിയർഡായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കിലോട്ട് പോയി നിങ്ങളെ തന്നെ കൊല്ലില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് പരിപാടി കാണിക്കാനുള്ള ഒരു ചിന്തയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പാരഡോക്സോ കാര്യങ്ങളൊന്നും ഈ ഒരു ടൈം ലൂപ്പിന്റെ ഉള്ളിൽ വർക്ക് ആകത്തില്ല. ഇത്തരത്തിൽ പാരഡോക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് തടയുന്നത് പ്രീ ഡെസ്റ്റിനേഷൻ പാരഡോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു കോൺസെപ്റ്റ് ആണ്. ആദ്യം പറഞ്ഞ പോലെ ടൈം ലൈക്ക് കർവിലൂടെ നിങ്ങൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാസ്റ്റിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ പാസ്റ്റിന്റെ പാർട്ടായിരിക്കും നിങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കൺസെപ്റ്റിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാസ്റ്റിലോട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു പാസ്റ്റിന്റെ പാർട്ട് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രസൻസ് വലിയ രീതിയിലുള്ള ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കില്ല. പിന്നെ വേറൊരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ദിവസം കടന്നുറങ്ങുന്നു, രാവിലെ എഴുന്നേൽക്കുമ്പോൾ വീണ്ടും ബുധനാഴ്ച, ബാക്ക് ടു ബുധനാഴ്ച, അപ്പോൾ ബുധനാഴ്ചയിലോട്ട് വരികയെന്ന് വിചാരിക്കുക. എന്നാൽ ഈ ഒരു പരിപാടി ചെയ്യുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചങ്ങായി നൈസായിട്ട് നിങ്ങൾ പിടിച്ചിങ്ങനെ ടൈം മെഷീനിൽ ഇട്ടെങ്കിൽ ഒരു ദിവസം റിവേഴ്സ് അടിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കും. ഇത്തരത്തിൽ നിങ്ങളൊരു ടൈം ലൂപ്പിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പർക്ക് ബോറടിക്കുന്നത് വരെ ഇത് തുടർന്നുകൊണ്ടിരിക്കാം. അത് കഴിയുമ്പോൾ മൂപ്പര് നിർത്തിക്കോളും. അല്ലാന്നുണ്ടെങ്കിൽ ആളെ നിങ്ങൾ കണ്ടുപിടിക്കുക, ആളെ നൈസായിട്ട് തീരുമാനമാക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ വല്ല ഏലിയൻസ് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ടൈം മെഷീനിൽ പിടിച്ചിട്ട് ഇങ്ങനെ കളിക്കുന്നതായിരിക്കും. നമ്മൾ ഉറുമ്പിനൊക്കെ വെച്ച് കളിക്കുന്നത് പോലെ അങ്ങനെയൊക്കെ ആയിരിക്കാം മേ ബി. ഈ പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിലൊക്കെയാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പ് വശം. പിന്നെ നമ്മുടെ ക്ലോസ്ഡ് കർവ്ഡ് ലൈക്ക് ടൈം ലൈൻ ഉണ്ടല്ലോ, ഇത് റിയലി ക്ലോസ്ഡ് അല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിലോ, അതായത് ഓരോ തവണ നമ്മൾ ജീവിക്കുമ്പോഴും ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഓരോ ടൈം ലൈൻസ് ഉണ്ടാവുകയാണെങ്കിലോ, അതായത് ഒരു പാരലൽ യൂണിവേഴ്സ് പോലെ സ്പ്ലിറ്റ് ആയി പോകുന്നുണ്ടെങ്കിലോ, ഓരോ ഓൾട്ടർനേറ്റീവ് റിയാലിറ്റിയിലും ഈ ഓരോന്നിന്റെ കോൺസിക്വൻസസ് ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോകും. നമ്മൾ മാത്രം നമ്മളുടെ റിയൽ ആയിട്ടുള്ള യൂണിവേഴ്സിലോട്ട് പോകാൻ പറ്റാതെ ഈ ഒരു ടൈം ലൂപ്പിന്റെ ഉള്ളിൽ ഇങ്ങനെ സ്റ്റക്ക് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ, അതായത് ഓരോ തവണ ഈ ഒരു ലൂപ്പ് കംപ്ലീറ്റ് ആവുന്ന ടൈമിലും ഓരോ പാരലൽ യൂണിവേഴ്സ് ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇത്തരത്തിലാണ് കാര്യങ്ങളുടെ കിടപ്പുവശം എന്നുണ്ടെങ്കിൽ വേറെ പാരലൽ വേൾഡിലോട്ടുള്ള ഒരു പോർട്ടൽ കണ്ടുപിടിക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വേൾഡിലോട്ട് തന്നെ ആക്സസ് ചെയ്യാനുള്ള ഒരു സംഭവം കണ്ടുപിടിക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് ബ്രേക്ക് ആവാനായിട്ട് ഇച്ചിരി ടാസ്ക് ആയിരിക്കും. അപ്പോൾ ഗൈസ്, ഇതൊക്കെ തന്നെയാണ് ടൈം ലൂപ്പിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് സയൻസ് ഫിക്ഷൻ പോലുള്ള സംഭവങ്ങൾ എഴുതുന്നതിന് വേണ്ടിയിട്ട് കുറേ കാലങ്ങളായിട്ടുള്ള ഒരു പ്ലോട്ടാണ്. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഷോർട്ട് സ്റ്റോറീസ്, നോവൽസും അതേപോലെ തന്നെ അടിപൊളി സിനിമകളും മറ്റൊക്കെ ഈ ഒരു തീമിൽ വന്നിട്ടുണ്ട്. ഡബിൾഡ് ആൻഡ് റീഡബിൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള 1941 ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ഇതുമായിട്ട് ബേസ് ചെയ്തിട്ട് ആദ്യം വന്നതെന്നാണ് ഇന്റർനെറ്റിൽ കണ്ടിട്ടുള്ള ഒരു കാര്യം. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നൈസായിട്ട് ഒന്ന് താഴെ കമന്റ് ചെയ്യാം. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയതാണെന്നാണ് പറയുന്നത്. പിന്നെ എന്തൊക്കെയായി, ട്രയാങ്കിളായി, സോഴ്സ് കോഡായി, ഇപ്പൊ നമ്മളുടെ ചുരുളി വരെയായി. മലയാളത്തിൽ ലൂപ്പ്, ദേജാവു, ടൈം ട്രാവൽ, അതേപോലെ തന്നെ വേറെ കുറെ കോൺസെപ്റ്റ്സ്, അതേപോലെ തന്നെ ഒരു ഓപ്പൺ ആയിട്ട് ഒരുപാട് ഓഡിയൻസിന് തിങ്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്ന ഒരു സിനിമ തന്നെയാണ് ചുരുളി. നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ടൈം ലൂപ്പ് കൺസെപ്റ്റ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ചെറിയ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത്. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ടൈം ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു പ്ലോട്ടാണ്. ആ ഒരു പ്ലോട്ട് വെച്ചിട്ട് ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള കഥകളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഓരോന്നും യുണീക്കാണ്. അത്തരത്തിൽ പുതിയ പുതിയ കാര്യങ്ങളാണുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പൊതുവെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആളുകളാണല്ലോ നമ്മളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഈ ഒരു വീഡിയോ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. Peace. Stay peaceful, guys.